കോൺഗ്രസിലെ ഒരു വിദ്വാൻ, അതും അഖിലേന്ത്യാ കോൺഗ്രസിലെ പ്രധാനി. താൻ തികഞ്ഞ ഗാന്ധിയനാണ്, ഗാന്ധി മാർഗങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നതെന്നൊക്കെ വരുത്തി തീർക്കാൻ പെടാപ്പാടുപെടുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോൾ സേഫാണ്. മകനും മരുമകനും ഒക്കെ രാഷ്ട്രീയത്തിൽ വളരെ സേഫായി നിൽക്കുന്നു. അവർക്കെല്ലാം സീറ്റടക്കം ഒപ്പിച്ചു വേറൊരു തരത്തിൽ മാതൃകയായിരിക്കുകയാണ് സാക്ഷാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കൾ മക്കളെയോ പെൺമക്കളെയോ ഭാര്യമാരെയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുമ്പോൾ രാഷ്ട്രീയ പിന്തുടർച്ച പദ്ധതികൾ തടസ്സമില്ലാതെ നടപ്പായി കിട്ടും. കോൺഗ്രസ് തന്നെയാണ് ഈ ശീലം തുടങ്ങിവെച്ചതും അവർ തന്നെയാണ് ഗുണഭോക്താക്കളും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ സ്വന്തം കുടുംബത്തിലേക്ക് അധികാര സേവനങ്ങൾ ഒപ്പിച്ചെടുക്കുന്നതിലും മിടുക്കൻ തന്നെയെന്ന് മറ്റൊരു തെളിവും ഇനി വേണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കർണാടകത്തിലെ കൽബുർഗിയിൽ നിന്നും മല്ലികാർജുൻ ഖർഗെയുടെ മരുമകനാണ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നത്. കൽബുർഗി മല്ലികാർജുൻ ഖർഗെയുടെ സിറ്റിംഗ് സീറ്റാണ്. അപ്പോഴാണ് പാർട്ടി പിടിച്ച മത്സരത്തിന് നിർത്തി AICC പ്രസിഡന്റ് ആക്കിയത്. ഇക്കുറി പാർട്ടി ദേശീയ അധ്യക്ഷനായതിനാൽ അദ്ദേഹം കൽബുർഗിയിൽ മരുമകൻ രാധാകൃഷ്ണ ദൊണ്ടമണിയെ സ്ഥാനാർത്ഥിയാക്കി. നേരത്തെ കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിസഭയിൽ മല്ലികാർജുൻ ഖർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെ IT മന്ത്രിയാണ്. ഇപ്പോൾ തന്റെ ഭാര്യ സഹോദരന്റെ വിജയം ഉറപ്പാക്കാൻ പ്രചരണം ശക്തമാക്കേണ്ടത് മന്ത്രി പ്രിയങ്ക് ഖാർഗെയുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു. കർണാടക കോൺഗ്രസിൽ ഇക്കുറി മക്കൾ രാഷ്ട്രീയത്തിൽ ആറാടുകയാണ്. 5 കർണാടക കോൺഗ്രസ് മന്ത്രിമാരുടെ മക്കൾ ലോക്സഭാ സ്ഥാനാർത്ഥികളാണ്. കർണാടക ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡിയുടെ മകളായ സൗമ്യ റെഡ്ഡി ബംഗളൂരു സൗത്തിൽ നിന്ന് മത്സരിക്കും. പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർഖോളിയുടെ മകളായ പ്രിയങ്ക ജാർഖോളി ചിക്കോടിയിൽ നിന്ന് മത്സരിക്കും. വനിതാ ശിശുക്ഷേമ മന്ത്രി ലക്ഷ്മി ഹെബ്ബൽക്കറയുടെ മകനായ മൃണാൽ R ഹെബ്ബാൽക്കർ ബെൽഗാവിയിൽ നിന്ന് മത്സരിക്കും. വനമന്ത്രി ഈശ്വർ ഖാന്ദ്രയുടെ മകനായ സാഗർ ഖാന്ദ്രെ ബിദാറിൽ നിന്ന് സ്ഥാനാർത്ഥിയാകും. കർണാടകയിലെ ഭരണകക്ഷിയായ നിരവധി കോൺഗ്രസ് മന്ത്രിമാർ തങ്ങളുടെ മക്കളെയോ പെൺമക്കളെയോ ബന്ധുക്കളെയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചതിനാൽ പ്രചരണം മുന്നിൽ നിന്ന് നയിക്കാനും വിജയം ഉറപ്പാക്കാനും അവർക്കുമേൽ സമ്മർദ്ദമുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷവും സംസ്ഥാന സർക്കാരിൽ മന്ത്രിമാർക്ക് തുടരാൻ മക്കളുടെ വിജയം നിർണായകമാണ്. ഇത്തരം മന്ത്രിമാർ തങ്ങളുടെ മക്കളുടെ വിജയം ഉറപ്പാക്കാൻ ഫണ്ട് മാത്രമല്ല കേഡറും ഒക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. ദാവങ്കരെ മണ്ഡലത്തിൽ പാർട്ടി വിമുക്തഭടനും വീരശൈവ ലിംഗായത്ത് ശക്തനുമായ ഷാമന്നൂർ ശിവശങ്കരപ്പയ്യയുടെ മരുമകളായ പ്രഭ മല്ലികാർജുനെയാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത്. അവരുടെ ഭർത്താവ് SS മല്ലികാർജുൻ ഖനി ഭൗമശാസ്ത്ര മന്ത്രിയാണ്. ബംഗളൂരു സെൻട്രൽ മുൻ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ K റഹ്മാൻ ഖാന്റെ മകൻ മൻസൂർ അലി ഖാനാണ് കോൺഗ്രസ് ടിക്കറ്റ് നൽകിയത്. ഇവരെയൊക്കെ ജയിപ്പിക്കുക എന്നത് കർണാടകയിലെ സർക്കാരിന്റെ കൂടി ആവശ്യമായി മാറിയിരിക്കുകയാണ്. മന്ത്രിപുത്രന്മാരായതിനാൽ സ്ഥാനാർത്ഥികളും മറ്റൊന്നും അറിയേണ്ട കാര്യമില്ല. ചുരുക്കത്തിൽ കർണാടക ഒരു കൂട്ടം കുടുംബങ്ങളുടെ ആധിപത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് സാരം.